ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മളെ ഗോവയത്തെ പാർട്ട് 3 ആണ് കേട്ടോ ഞാൻ ഇടാൻ പോണത്. അപ്പോൾ പെർ ആൾക്ക് 1000 രൂപ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കയറിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കയറായിരുന്നു, ഞങ്ങൾക്ക് 500 രൂപ ഉള്ളായിരുന്നു. പക്ഷെ ഞങ്ങൾ കയറേണ്ട വിചാരിച്ചു. അവിടെ ഒരു വൈബ് ഇല്ല, സത്യം പറഞ്ഞാൽ ഒരു ചീപ്പ്, എനിക്ക് ഇഷ്ടമായില്ല. മൊത്തത്തിൽ ആർക്കും ഇഷ്ടമായില്ല. അപ്പോൾ അവിടെ കയറേണ്ട വിചാരിച്ചു. എന്തായാലും ഒരാൾക്ക് 1000 രൂപയ്ക്കുള്ളൊന്നും ഇല്ല അവിടെ. പിന്നെ നമ്മളെ സുജേഷേട്ടനും അഖിലേട്ടനും അവിടെ കയറിയിട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് വണ്ടി എടുത്താണ്ട് വെറുതെ ഇരിക്കേണ്ട വെച്ചിട്ട് നേരെ മഡ്ഗോവയ്ക്ക് വിട്ടുട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ ഭയങ്കര വൈബാട്ടോ രാത്രി വന്ന് നടക്കാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ നമുക്ക് തോന്നിപ്പോവും ഇവിടെ എന്തൊരു സ്വാതന്ത്ര്യമാണില്ലേന്ന്. നമ്മളെ നാട്ടുകാർക്കൊന്നും വെളിവ് വെച്ചിട്ടില്ല എന്ന് വരെ തോന്നിപ്പോയിട്ടാക്കി. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ 12 മണി ആയിക്കണ്. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ ഇച്ചാപ്പൊക്കെ ഉറക്കായിട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ഒലോളിച്ചു. അങ്ങനെ ബിരിയാണി പറഞ്ഞു. കുറേ നേരം വെയിറ്റ് ആയി. പിന്നെ നമ്മളെ കുഞ്ഞാവ വെജിറ്റേറിയൻ ആയതുകൊണ്ട് അവൻ്റെ ഫ്രൈഡ് റൈസും കാത്ത് കുറേ നേരം ഇരുന്നിട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോകണ്ട വിചാരിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് വിട്ടിട്ടോ. അവരെ കൂട്ടിയിട്ട് നേരെ റൂമിലേക്ക് പോയിട്ടാ. അങ്ങനെ അന്ന് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ അടുത്ത ദിവസം രാവിലെ നീറ്റ് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടാ. ഫ്രഷ് ഒന്നും ആയിട്ടില്ല, പല്ലേച്ചാണ് നേരെ കടയിൽ പോയിട്ടാ. കടയിൽ പോയിട്ടാ ഞങ്ങൾ സ്ഥിരം കഴിക്കുന്ന ഇഡലീനെ കഴിച്ചിട്ടോ. ഇഡലിയും സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിട്ടോ. അവിടുത്തെ സാമ്പാർ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അവിടുന്ന് കഴിച്ചിറങ്ങി കുട്ടനൊക്കെ വർക്കിന് പോയി. പിന്നെ ഞാനും ഇച്ചാപ്പും പോസ്റ്റായി ഇവിടെ അങ്ങനെ കുറേ നേരം TV കണ്ടിരുന്നു. ഇത് ഞങ്ങളെ 3ാമത്തെ റൂമാട്ടോ. ഈ റൂം എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. അടിപൊളി വൈബാണ്. നമ്മളെ കർട്ടനൊക്കെ തുറന്ന നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഗ്ലാസ് തുറന്നാൽ നമുക്ക് അവിടെ പോയിരുന്ന് നല്ല വൈബാട്ടോ, ഫോണുമ്പോൾ കളിച്ചിരിക്കുക. പിന്നെ ഇച്ചാപ്പോനെ ഇവിടെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ സ്ഥലം. അതുകൊണ്ട് തന്നെ ഓൻ എപ്പോഴും അവിടെ തന്നെ ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാനും ഓൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഇരുന്നിട്ടാ. ഇവിടെ വെറുതെ ഇരുന്നാൽ തന്നെ നല്ല സമയം പോകുന്നുണ്ട് കേട്ടാ. അപ്പം ഇച്ചാപ്പുത അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളെ റൂമൊക്കെ അടിപൊളിയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല വൃത്തിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരുന്നിട്ടോ. കാലം നീട്ടിയിരുന്ന് പുറത്തു കൂടെ പോണ ആൾക്കാരെ കുറേ വായി നോക്കിയിരുന്നു. ഞാൻ മാത്രമല്ല, നമ്മൾ ഇച്ചാപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കൂടി TV കണ്ടിരുന്ന് പുറത്തേക്കൊക്കെ ഇപ്പോൾ വൈകിട്ടായിട്ടുണ്ട്. അപ്പോൾ ഇച്ചാപ്പൂന് എനിക്കൊക്കെ കുറച്ച് ചായ കുടിക്കാൻ വെച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി ചായയൊക്കെ കുടിച്ചിട്ടോ. ചായ കുടിച്ചിട്ട് നേരെ റൂമിൽ പോയി കുറേ നേരം കുട്ടനെ വെയിറ്റ് ചെയ്തിരുന്നിട്ടോ. 11 മണി ആയിക്കണ ആൾ വന്നപ്പോൾ. അപ്പോൾ ഇച്ചാപ്പൂന് നല്ല വിശപ്പുണ്ട്. ഞാനാണെങ്കിൽ ഈ രാത്രി ആയപ്പോൾ എനിക്കെന്തോ പോലായി. അപ്പം ഞാൻ പോയില്ല. അങ്ങനെ ഓന് ഫുഡ് മേടിച്ചു കൊടുത്തു. പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, നേരെ കിടന്ന് ഉറങ്ങിയിട്ടാ. പിന്നെ അങ്ങോട്ട് അധികം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ 9 മണിക്കാണ് റൂം വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞ് 8 മണിക്കാണ് നീക്കുന്നത്. അപ്പോൾ നേരെ ഫ്രഷായി പാക്ക് ചെയ്ത് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. നമ്മൾ കുറേ നേരം ബീച്ചിൽ പോയിരുന്നു. 4 മണിക്കാണ് നമ്മളെ ട്രെയിൻ ഉള്ളത്. അതുവരെ അവിടെ കളിച്ചിരിക്കുന്നത്. ഇച്ചാപ്പൊക്കെ ഭയങ്കര കളിയായിരുന്നു. ഓൻ്റെ കളി കണ്ടിട്ട് ഞാനും കളിച്ചു. പിന്നെ അവിടെ ചവിട്ടാനും അടിപൊളിയാണ്, തീയിൽ നടക്കണ അരി കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറേ നേരം കളിച്ച് നേരെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടാ. രാത്രിയായി, എല്ലാവരും ഉറക്കമായി. അപ്പം നമ്മളെ ഗോവ പാർട്ടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.